പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ നിങ്ങളുടെ വീടിനെയും നീ ഇരിക്കുന്ന ഇടങ്ങളെയും നീ വർക്ക് ചെയ്യുന്ന ഇടങ്ങളെയും കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. ദൈവത്തിലെ നീയുമായി ബന്ധപ്പെട്ട് നീ നിൻ്റെ ജീവിതത്തിൽ ഇന്നത്തെ ജീവിതത്തിന് ആവശ്യമായ എല്ലാ സാധന സാമഗ്രികളെ, അത് ഫയലാകാം, പേപ്പറാകാം, വേറെ എന്ത് സംഭവമായ അത് കയ്യിലെടുത്തുകൊണ്ട് ആശീർവാദം മേടിക്കും. മക്കളെ, കർത്താവെ, കന്നുകാലി വളർത്തി ജീവിക്കുന്നവരുണ്ട്, കടകമ്പോളം ചെയ്ത് ജീവിക്കുന്നവരുണ്ട്, ബ്യൂട്ടി പാർലർ നടത്തി ജീവിക്കുന്നവരുണ്ട്, ഓരോരോ ചെറിയ ബിസിനസ് നടത്തിയിട്ട് ബേക്കറി നടത്തി ജീവിക്കുന്നവരുണ്ട്, ചെറുകിട വ്യവസായങ്ങൾ. കർത്താവെ, അവരുടെ ജീവിക്കാനുള്ള മാർഗം പോലും അല്ലെങ്കിൽ കിട്ടാത്ത അവസ്ഥയിൽ സങ്കടപ്പെട്ട് കണ്ണീരോടെ കട തുറക്കുകയും കണ്ണീരോടെ പൂട്ടുകയും ചെയ്യുന്നവരുണ്ട്. ഈശോയെ, അവരെ ഞാൻ അങ്ങയുടെ ദിവസം ഏൽപ്പിക്കുന്നു. അവർക്ക് അതുകൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ലെങ്കിൽ ദൈവമേ, അവർക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു ഇടം, ഒരു സ്ഥലം, ഒരു സംരംഭം അവർ കാണിച്ചു കൊടുക്കാൻ പരിശുദ്ധമ്മ കനാര കല്യാണത്തിൽ ചെന്നിട്ട് അവർക്ക് വീഞ്ഞില്ലെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിന് ആ വിഷയത്തിലേക്ക് കൊണ്ടുവന്ന പരിശുദ്ധമ്മ, അധികാരമുള്ള അമ്മ, നിന്നെ അനുഗ്രഹിക്കുകയും നിനക്ക് ജീവിക്കാൻ, നിനക്ക് മക്കൾക്ക് ജീവിക്കാൻ പുതിയൊരിടം നൽകുകയും ചെയ്യട്ടെ. കേസ് അകപ്പെട്ടിരിക്കുന്നവരെ, കള്ളക്കേസ് അകപ്പെട്ടിരിക്കുന്നവരെ, അതുപോലെ തന്നെ വാക്ക് തർക്കങ്ങളിൽപ്പെട്ടിരിക്കുന്നവരെ,
അതുപോലെ ഭീഷണിക്കപ്പെട്ടിരിക്കുന്നവരെ, അതുപോലെ അതിർത്തി തർക്കങ്ങളുള്ളവരെ, അതുപോലെ കേസ് കടലിൽ അത് അനുകൂലമായി വിധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ, ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി, അതുപോലെ പരീക്ഷയുടെ റീടെസ്റ്റിന് കൊടുത്തിരിക്കുന്നവരെ, അതുപോലെ തന്നെ ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി അനുകൂലമായ തീരുമാനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരെ, അവരെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്നവരെ, വിവാഹത്തിൻ്റെ പണം സമ്പാദിക്കുന്നതിന് വേണ്ടിയുള്ള പരക്കംപാച നടത്തുന്നവരെ, വീട് സ്ഥലമില്ലാത്തവരെ, സ്ഥലമെങ്കിലും കിട്ടാൻ വേണ്ടി, വീടെങ്കിലും കിട്ടാൻ വേണ്ടി അരഞ്ഞു നടക്കുന്നവരെ, അവരുടെ ഉദ്യമങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. പവർ ആൻഡ് ഗ്രേസ്. ദൈവസ്നേഹമുള്ളവരാണെങ്കിൽ നമ്മളെ ആക്രമിച്ചാലും ശരി, പറയാനുള്ളത് നമ്മൾ പറയും. എന്താ കാര്യം? നമ്മൾ പറയണത് നമുക്ക് വേണ്ടിയല്ല, ദൈവത്തിന് വേണ്ടിയാണ് പറയണത്. അപ്പം തിന്മകൾ കണ്ടു കഴിഞ്ഞാൽ നയപരമായിട്ടെങ്കിലും നിങ്ങൾ അതിനെ സൂചിപ്പിക്കണം, അല്ലാതെ തിന്മകളെ നിങ്ങൾ സ്വാപ്പിട്ട് കളയരുത്. ഈ ലോകത്ത് ഏറ്റവും വലിയ കാര്യം തിന്മകളെ. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ബിഗ് ബോസ് എന്തോ ഒരു പ്രോഗ്രാം ഇല്ലായിരുന്നോ? അപ്പോൾ ഒരു സ്ത്രീ അവിടെ നിന്ന് പറഞ്ഞു, ഗേ സെക്സിനെ ഞങ്ങൾ വീട്ടിൽ പോലും കയറത്തില്ലെന്ന് പറഞ്ഞേ അല്ലേ? അപ്പോൾ ഉടനെ അവിടെ നിന്നിരിക്കുന്ന ഒരു സിനിമാ നടൻ എന്നാ പറഞ്ഞത്, അങ്ങനൊന്നും പറയരുത്, നമ്മൾ ടോളറൻസ് ഉണ്ടാവണം നമുക്ക് അല്ലേ, ഞാനാണെങ്കിൽ അവരെ വീട്ടിൽ കയറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ കൈയടിച്ചെല്ലാവരും അല്ലേ? അതാണ് സമൂഹം. അതാണ്. അതായത് പ്രകൃതി വിരുദ്ധമായൊരു കാര്യമാണ്. പ്രകൃതിക്കൊരു നിയമമുണ്ട്, ആ നിയമം എങ്കിലും പാലിക്കാൻ മനുഷ്യൻ ബാധ്യസ്ഥനാണ്, എങ്കിലും പാലിക്കാൻ. അപ്പോൾ അതിനേക്കാൾ താഴേക്ക് പോകുമ്പോൾ പ്രകൃതി വിരുദ്ധം മാത്രമല്ല, മനുഷ്യത്വരഹിതം കൂടിയായിട്ട് വരും അത്. പക്ഷേ എന്നാ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ തിന്മകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആൾക്കാരുടെ അപ്ലോസ് കിട്ടും, അതിനകത്ത് സംശയമൊന്നുമില്ല. പക്ഷെ മനുഷ്യൻ്റെ മനസ്സാക്ഷിയിൽ തന്നെ ഉണ്ട് ഈ സംഭവം. എന്താണത്? അത് പ്രകൃതി വിരുദ്ധമായ ഒരു കാര്യമാണ്, മനുഷ്യത്തെ അപമാനീകരിക്കുന്ന ഒരു വിഷയമാണ്, മനുഷ്യൻ്റെ മാന്യതയെ കളങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണത്. അപ്പോൾ ചിലപ്പോൾ സഭയിലുള്ള ആൾക്കാർ പോലും ചില സമയത്ത് ഇങ്ങനെയുള്ള മീഡിയയുടെ ഫ്രണ്ട്ലി ആയിട്ടുള്ളവർ ചിലപ്പോൾ ദൈവത്തെ മറന്ന് ഇങ്ങനെയൊക്കെ ആൾക്കാരുടെ കൂടെ കൂടും. ഇപ്പോഴത്തെ മാർപ്പാപ്പ പറഞ്ഞു കേട്ടില്ല, എന്താ പറഞ്ഞത്? എനിക്ക് ലോകകാര്യങ്ങൾ തിരക്കാവുന്ന നേരെയില്ല, അതിനല്ല ഞാൻ അഭിഷേകം ചെയ്തിരിക്കണമെന്ന്. എന്ത് വെടിപ്പായിട്ടാണ് പറഞ്ഞത്? ദേവമാർപ്പാപ്പ കയറിയപ്പോഴത്തേക്ക് മനസ്സിലായി ഇത് പെസക് പാർട്ടിയുടെ കയറിയിരിക്കണമെന്ന്. ആ നടപ്പും നിപ്പും നോട്ടങ്ങളും പറയാം. അതായത് പറഞ്ഞെന്താണ്? തുളുമ്പാണ് പറഞ്ഞിരിക്കുന്നത്, എന്നെ ഏൽപ്പിച്ച ജോലി സുവിശേഷം ലോകത്തിന് കൈമാറുകയാണ്. അടിപൊളി. അതിന് ലോക കാര്യങ്ങൾ സെറ്റ് ചെയ്യുകയല്ല, അതിന് വേറെ ആൾക്കാരുണ്ടെന്ന്. അതല്ലേ പറഞ്ഞേ? കാര്യം ആവശ്യമുള്ള പാട്ടിൽ ഇല്ലാത്ത പാട്ടിൽ കൊണ്ടുപോയി ജനങ്ങളെ പക്ഷപാതം വന്ന് ജനങ്ങളുടെ വിഭാഗീയതയിലേക്ക് സഭ ഒരു ഇരയായിട്ട് മാറും. സഭയ്ക്ക് നിഷ്പക്ഷമായിട്ട് സുവിശേഷം കൊടുക്കുന്ന സമയത്ത് സുവിശേഷം തന്നെ കൊടുക്കണം. അതിനുവേണ്ടിയാണ് പാപ്പാസ്ഥാനം കൊടുത്തിരിക്കുന്നത്. അത് ലിയോ മാർപ്പാപ്പ ശരിക്കും നല്ല വിവേചനത്തോടെയാണ് സംസാരിച്ചത്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായോ? അതായത് ഓരോ അവസരങ്ങളും വരണതും പുതിയ ദൈവസ്നേഹത്താൽ നമ്മളെ ഈശോ അനുഗ്രഹിക്കാൻ വേണ്ടി നമ്മൾ ഓരോ ദിവസങ്ങളിൽ നിന്നാണ് നമ്മൾ കൃപയിൽ വളരണത്. ലൂക്കാ 12:32. ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട. ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട. വായിച്ചോ. എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ തിരുമനസ് നിറവേറാൻ ആഗ്രഹിക്കുന്ന ദൈവവചനത്തിന് കീഴ്പ്പെട്ട് നിൽക്കുന്ന നാരായണദാസൻ അതാണ്. അവനാണ് ദൈവരാജ്യത്തിലായിരിക്കണവൻ. അത് കൃപയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. പ്രസാദിച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ കേട്ടില്ലേ? അനുഗ്രഹം അല്ലത്. ലോകരാജ്യത്തിലാണ് അനുഗ്രഹം. ലോകരാജ്യത്തുമുണ്ട് ഫിസിക്കൽ ഫേവേഴ്സ്. ദൈവരാജ്യത്തിൽ ദൈവരാജ്യം മാത്രമേ, അത് കൃപയുടെ ഫലം ദൈവരാജ്യമാണ്. അപ്പോൾ ഇപ്പോൾ ദൈവരാജ്യത്തിലാണ് നീയെങ്കിൽ നമ്മൾ എന്നും ദൈവരാജ്യം തന്നെ ആയിരിക്കും. അല്ല ആരും അന്ത്യവിധി കഴിയുമ്പോൾ നമുക്ക് എടുത്തു വെച്ച് തരേണ്ട കാര്യമില്ല. ഈ ദൈവരാജ്യത്തിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മുടെ ജീവിതം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വർഗം ഗ്യാരണ്ടി ചെയ്തുകൊണ്ട് തന്നെ സ്വർഗസ്ഥമായിട്ട് തന്നെ നമുക്ക് മരിക്കാൻ പറ്റും. സുവിശേഷം നൽകുന്ന സാധ്യതയാണ്. അതേ അതിൽ നീ പ്രയോജനപ്പെടുത്തണം. ആത്മീയ ശക്തിയാ നിറയ്ക്കണമേ, മറക്കുവാൻ കഴിയാത്ത ദുഃഖങ്ങളെ മനസ്സിൽ നിന്നു
മായ്ക്കണമേ. യേശുവേ യേശുവേ നീ മാത്രമെൻ സഹായം. യേശുവേ യേശുവേ നീ മാത്രമെൻ സഹായം. അപ്പോൾ കയ്യിലിരുന്ന പത്രം മേടിച്ച് ആൾക്കാർ വൈരാഗികൾ കീറിക്കളയാണ്. കീറിക്കളയുമ്പോഴും ഈ ഷാമിൽ എന്താ പ്രാർത്ഥിക്കണത്? കർത്താവേ അവരോട് ക്ഷമിക്കണമേ. അല്ലാതെ നീരസമില്ല, സങ്കടമില്ല, ഒന്നുമില്ല. പക്ഷെ തൻ്റെ ജോലി ചെയ്യുന്നതിൽ ആ മനുഷ്യൻ പിന്നോട്ട് മാറുന്നില്ല. ദൈവസ്നേഹമാണെന്താ, ഈ ദൈവസ്നേഹത്തെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. പിറ്റേ ദിവസം എന്നിട്ട് ഈ മനുഷ്യൻ പറയണേ, ഞാൻ പിന്നെയൊക്കെ എനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഞാൻ പുറത്തിറങ്ങുമ്പോഴൊക്കെ കാണുന്നവരെല്ലാം പാവത്തങ്ങളാണെങ്കിൽ ചോദിക്കും, എനിക്കുള്ള കാശെല്ലാം അവർക്ക് കൊടുക്കും. ഉടമ്പടി അഭിഷേകമായിട്ട് അത് പ്രയോഗത്തിൽ വന്നിട്ട് ദൈവം ഇങ്ങനെ കൂടെ സഞ്ചരിക്കുമ്പോൾ ദൈവം ഈ സ്നേഹത്തിൻ്റെ ഒരു പ്രവാചകനായിട്ട് ഈ മനുഷ്യൻ മാറുകയാണ്. അങ്ങനെ മാറി കർത്താവിൻ്റെ ജോലി അത് എല്ലാവർക്കും, അതായത് ഭക്ഷണം മേടിച്ചു കൊടുക്കും, പൈസ കൊടുക്കേണ്ടവർക്ക് പൈസ കൊടുക്കും, ആശുപത്രിയിൽ പോയി രോഗികളെ കാണും. ഇതെല്ലാം ത്രില്ലടിച്ച് ചെയ്യുകയാണ്. ഈ വടി കയ്യിൽ പിടിച്ച് ചെരുപ്പ് ധരിച്ച് സ്പീഡിൽ ചെയ്യുകയാണ്. ഉടമ്പടിയുടെ സ്പീഡുണ്ട്. അല്ല വല്ല കാലത്തും കൂടി ഒപ്പിച്ച് ചെയ്താൽ മതിയല്ല, ഇന്ന് ജോലി മാസമല്ലേ, ഇത് അവസാനം വരെ, ഈ മാസം അവസാനം വരെ ഉണ്ടല്ല എന്നൊക്കെ വിചാരിച്ച് ചെയ്യണേ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഫലവും അതുപോലെ തന്നെയായിരിക്കും. ഇതിൻ്റെ സ്പീഡെന്ന് പറയുന്നത് ദൈവസ്നേഹത്തിൻ്റെ സ്പീഡാണ്. ദൈവസ്നേഹമുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവൻ ഇങ്ങനെ ഫയറായി പോവും. തീക്ക് വല്ല ബുദ്ധിയും ബോധവും ഉണ്ട്, കത്തി അങ്ങോട്ട് കയറും. അതായത് ദൈവസ്നേഹത്താൽ ഒന്ന് പ്രാർത്ഥിച്ചേ, കർത്താവ് ദൈവമേ ഉടമ്പടിയിലെ സ്നേഹപ്രവർത്തികളെ സ്പീഡായി ചെയ്യാൻ, അതിവേഗം ചെയ്യാൻ, സന്തോഷത്തോടെ ചെയ്യാൻ ദൈവസ്നേഹത്താൽ എന്നെ ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ. എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. കൈയടിച്ചുകൊണ്ട് ഓ പാവനാത്മാവേ പറന്നിറങ്ങേണമേ, നിൻ വിശുദ്ധി എൻ്റെ ഹൃദയത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങേണമേ, നിൻ വിശുദ്ധി എൻ്റെ ഹൃദയത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. ഓ സ്വർഗശക്തിയെ ശക്തി എന്നിലേകളെ, ഓ സ്വർഗശക്തിയെ ശക്തി എന്നിലേകളെ, ദൈവസ്തുതി പാടിടാൻ ദൈവസ്നേഹം നൽകണേ. ദൈവസ്തുതി പാടിടാൻ ദൈവസ്നേഹം നൽകണേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങേണമേ, നിൻ വിശുദ്ധി എൻ്റെ ഹൃദയത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങേണമേ, നിൻ വിശുദ്ധി എൻ്റെ ഹൃദയത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഇതിന് ഉടമ്പടിക്ക് നമ്മളിപ്പോൾ സംസാരിച്ചെടുക്കുന്ന വിഷയം എന്താണ്? ഉടമ്പടിക്ക് നിലം ഒരുക്കുക അല്ലേ? ചെടി വെക്കാൻ നേരത്ത് നമ്മൾ നിലം ഒരുക്കി മണ്ണ് ഇളക്കി വളമിട്ട് കളകൾ പറിച്ചൊക്കെ കളഞ്ഞ പോലെ ഉടമ്പടിയിൽ ആദ്യമേ തന്നെ ഇതുപോലെ നമുക്ക് ഉടമ്പടിക്കെതിരെ നിൽക്കുന്ന ശക്തികളെയൊക്കെ പറിച്ച് മാറ്റി ക്ലിയർ ഗ്രൗണ്ട് ക്ലിയർ ചെയ്യണം. ഇംഗ്ലീഷ് ബൈബിള് ഹി ഹാസ് ക്ലിയർ ദ ഗ്രൗണ്ട് ബിഫോർ എന്ന് കിടപ്പുണ്ട്. അതായത് സങ്കീർത്തനം 8:88 സങ്കീർത്തനം 8:8 ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന 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 ആരാധന. 80-ാം സങ്കീർത്തനം 8-ാം തിരുവചനം. ഈജിപ്തിൽ നിന്ന് അവിടുന്ന് ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്നു, ജനതകളെ പുറത്താക്കി അത് നട്ടുപിടിപ്പിച്ചു. ഇത് രണ്ട് കാര്യമാണ്. ഒന്ന് പറഞ്ഞ് ഈജിപ്തിൽ നിന്ന് അവിടുന്ന് ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്നു, ജനതകളെ പുറത്താക്കി
വായിച്ചോളൂ. അത് നട്ടുപിടിപ്പിച്ചു. അവിടുന്ന് അതിനുവേണ്ടി തടമൊരുക്കി. അത് വേരൂന്നി വളർന്നു. ദേശം മുഴുവനും പടർന്നു. അപ്പോൾ ഇത് അതായത് ഈജിപ്തിൽ നിന്ന് ഈ ഇസ്രയേലിനെ കൊണ്ടുവന്ന കാര്യമാണ് പറയണത്. പക്ഷെ അതിനെ ഒരു മുന്തിരിച്ചെടിയായിട്ട് ഉപമിച്ചിട്ട് പറയണത് എന്താണ്? ഈജിപ്തിൽ നിന്ന് അവിടെ നിന്ന് കുഞ്ഞിച്ചെടിയെ കൊണ്ടുവന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്തു. എന്ത് ചെയ്ത്? അത് അവിടുന്ന് സങ്കീർത്തനം 88 വായിച്ചോളൂ. ജനതകളെ പുറത്താക്കി. അതായത് ഉടമ്പടിക്കെതിരെ നിൽക്കുന്ന ശക്തികളെ പുറത്താക്കി. അത് നിസ്സാര കാര്യമല്ല. അതിന് നിങ്ങളെ പല ആൾക്കാരും ഉടമ്പടിക്കെതിരെ നിൽക്കുന്ന ശക്തികളെ മനസ്സിൽ നിന്ന് പുറത്താക്കാതെയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വളരെ സീരിയസ് വിഷയമാണ്. അത് കർത്താവ് പറഞ്ഞ പോലെ ഭാര്യയാകും, മക്കളാകും. ഇപ്പം സാറാ തന്നെ ചിരിച്ചില്ലേ? ചിരിച്ചതിൻ്റെ പേരിൽ എന്നാ പറ്റിയത്? ആ ഉടമ്പടി ലാഗ് ചെയ്തു. 25 കൊല്ലം ലാഗ് ചെയ്തു. പിന്നപ്പോൾ അത് വിശ്വസിച്ചില്ലല്ല. ചിരിച്ചതിന് കാരണം അവർ പറയുന്നുണ്ട്, ഞാൻ പ്രായമാണ്, ഹസ്ബൻഡും പ്രായമാണെന്ന് പറയുന്നുണ്ട്. ബുദ്ധിപരമാണ്, മെരിറ്റില്ലെന്നാണ് പറയണത് അല്ലേ? നമ്മുടെ ഉടമ്പടി ഭാഷ പറഞ്ഞ സാറാ ചിരിക്കാൻ കാര്യം എന്താ? മെരിറ്റില്ലെന്നാണ് അതവർ പറയുന്നുണ്ട്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. മഹത്വം. ആരാധന ആരാധന യേശുവേ ആരാധന. ഉൽപ്പത്തി 18:12. ഉൽപ്പത്തി 18:12. അതിനാൽ സാറ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഓക്കേ, ഇതാ ഒന്ന് പറഞ്ഞു. അതിനാൽ സാറ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് പ്രായമേറെയായി. അവർ ചിരിക്കാൻ കാരണം എന്താണ്? എനിക്ക് പ്രായം ഏറെയായി. അവർ മെരിറ്റ് ഇല്ലെന്ന് അവർ പറയണത്. ബൈബിളിനെ എപ്പോഴും നമ്മൾ ഉടമ്പടിയിൽ എപ്പോഴും മെരിറ്റോ ഡീമെരിറ്റോ നോക്കത്തുള്ളൂ. സാറ എന്താ ചിരിക്കാൻ കാരണം? എനിക്ക് മെരിറ്റ് ഇല്ല. എന്താ കാരണം? പ്രായം ഏറെയായി. അടുത്ത വിഷയം എന്താ? ഭർത്താവും വൃദ്ധനായി. ഭർത്താവിനും മെരിറ്റില്ല. അയാൾ പ്രായമായി വലിയ അപ്പാപ്പനായി. ഭർത്താവ് അപ്പാപ്പനായി. അതേസമയം തന്നെ ഇവരും പ്രായം കവിഞ്ഞ് മെരിറ്റില്ല. പക്ഷേ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയിൽ പലപ്പോഴും വരണത് നമുക്ക് ആൾക്കാർ ചിരിക്കാൻ കാരണം എന്താ? ഇപ്പം നിങ്ങളുടെ വീട്ടിൽ പോകുമ്പോൾ നിങ്ങൾ ഉടനെ പറയുമോ ഇപ്പം തന്നെ ഇങ്ങനെ ആലപ്പുഴയിൽ നിന്ന് തോന്നുകൊണ്ട് പോരുമെന്ന് പറഞ്ഞ് ചിരിക്കും അവർ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെരിറ്റില്ല എന്നുള്ളതാണ്. മെരിറ്റില്ലാത്ത സ്ഥലത്ത് പിന്നെ എന്ത് വർക്കൗട്ട് ചെയ്യാനാണ്? ഈ ഷാംലിൻ സാക്ഷ്യം പറഞ്ഞാൽ എന്താ? ഒരു കുഞ്ഞ് കിട്ടാൻ വേണ്ടി ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് 9 കൊല്ലമായി. കഴിഞ്ഞ 9 കൊല്ലമായിട്ട് കല്യാണം കഴിച്ചിട്ട് ഈ 9 കൊല്ലവും ഞാൻ വേലയെടുത്ത കാശും എൻ്റെ വൈഫ് വേലയെടുത്ത കാശും ആശുപത്രികൾ കൊണ്ടേ കൊടുക്കുകയാണ്. എന്തിനാണ്? ട്രീറ്റ്മെൻറ്റിന് വേണ്ടി. അത് അവർ കുഞ്ഞുണ്ടാകാൻ വേണ്ടി ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഓരോ തരം ആശുപത്രി ചെല്ലുമ്പോൾ ഓരോ സൂപ്പർ സ്പെഷ്യാലിറ്റിക്കാർ പറയുന്ന അനുസരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്ത് ഞങ്ങളിൽ 5 കാലണയില്ലേ ഇപ്പം. കാര്യം 9 കൊല്ലത്തെ ജോലി കാശെല്ലാം ഈ മക്കളുണ്ടാകാൻ വേണ്ടി ട്രീറ്റ് ചെയ്ത് തീർന്നു. അപ്പം അങ്ങനെ തീരുകയാണ്. അതുപോലൊരു അവസ്ഥയാണ് ഈ അബ്രഹാത്തിൻ്റെ അവസ്ഥയും. സാറ ചിരിക്കാൻ കാരണമെന്നാണ്. അവിടെ മെരിറ്റ് തീർന്നു. പണവും ഒരു മെരിറ്റാണ്, അത് തീർന്നു. ചികിത്സിക്കാനുള്ള കാശ് തീർന്നു. പിന്നെ എന്താ അവർക്ക് തീർന്നത്? അവർക്ക് ഇനി കുട്ടികൾ ഉണ്ടാവത്തില്ല എന്നുള്ള ജനിതകമായിട്ട് തന്നെ ഡോക്ടർ സർട്ടിഫൈഡ് ആയിട്ട് കുട്ടികളില്ല, ഉണ്ടാവത്തില്ലെന്നായി. അപ്പം തീർന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇനിയിപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് സൂപ്പർ സ്പെഷ്യാലിറ്റിയിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള സയൻറ്റിസ്റ്റുകൾ തന്നെ പറഞ്ഞിരിക്കുന്ന മക്കളില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉടമ്പടി എടുക്കുമ്പോൾ എങ്ങനെ മക്കളുണ്ടാകും? അപ്പോൾ സ്വാഭാവികം കേൾക്കുന്നവർ ചിരിക്കും അല്ലേ? അപ്പം സാറായുടെ ചിരി ഇപ്പോഴും ഉള്ളതാണ്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഇവന് ദൈവസ്നേഹം ഇങ്ങനെ നിറഞ്ഞില്ലേ? ദൈവസ്നേഹം നിറഞ്ഞിട്ട് ഉടമ്പടിയുടെ ചട്ടങ്ങൾ കൃത്യമായിട്ട് പാലിക്കുകയാണ്. അല്പം പോലും തെറ്റാതെ രോഗികളെ പോയി കാണുന്നു, അനാഥരെ പോയി കാണുന്നു. അതുപോലെ തന്നെ തെരുവിൽ നടക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ അങ്ങോട്ട് ഇരുന്ന് ചോദിക്കുന്നു, ഭക്ഷണം കഴിച്ചോ, പൈസ ഉണ്ടോ ചോദിക്കുന്നു, അവർക്കുള്ള പങ്ക് വെക്കുന്നു. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എന്നാ പറ്റുമെന്നറിയോ? 1 മാസത്തിനുള്ളിൽ വൈഫ് പ്രഗ്നൻ്റ് ആകുകയാണ് പെട്ടെന്ന്. അതായത് 9 കൊല്ലം ട്രീറ്റ് ചെയ്തിട്ട് നടക്കാഞ്ഞ കാര്യം ഉടമ്പടിയുടെ 1 മാസം കൊണ്ട് വൈഫ് പ്രഗ്നൻ്റ് ആവും. അപ്പോൾ ആ കുഞ്ഞിനെ കൊണ്ടുവന്നാണ് അവർ സാക്ഷ്യം പറയണത്. നമ്മുടെ മുമ്പിലുള്ള സാക്ഷ്യം അതാണ്. ഞാൻ എന്താ ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉടമ്പടിയുടെ ഒരു നിലവാരം ഇതാണ്. പക്ഷെ നിങ്ങൾ പലപ്പോഴും ഉടമ്പടി പക്ക ഉഴപ്പിയാണ് ചെയ്യണത്. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ചട്ടം പാലിക്കുന്നില്ല. ഉടമ്പടി എടുത്തു, അത്രേ ഉള്ളൂ.
പിന്നെ ഒരു പ്രത്യക്ഷനൊക്കെ പ്രാർത്ഥനയൊക്കെ ചെല്ലും, വേറെ ഒന്നും ചെയ്യത്തില്ല. വേറെ ഒന്നും ചെയ്യാത്ത വല്ല പ്രശ്നം. ഈ ഷാമ്യം പറയുന്ന വിഷയം, എനിക്ക് ഓരോ ദിവസവും ദൈവസ്നേഹം എൻ്റെ നിറഞ്ഞുകൊണ്ടേയിരുന്നു. ദൈവസ്നേഹത്തോടു കൂടിയാണ് ഞാനതൊക്കെ ചെയ്യണത്. ദൈവസ്നേഹത്തോടെയാണ് ഞാനതൊക്കെ ചെയ്യണത്. അപ്പോൾ ഇപ്പം ഞാൻ നിങ്ങളോട് പറയണ കാരണം നിങ്ങളിതൊക്കെ ചെയ്യുമായിരിക്കും. ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ചെയ്യേണ്ടത് എപ്പോഴും ദൈവസ്നേഹത്തോടെ ചെയ്യണം. ദൈവസ്നേഹം ഒരു ഉമിനീര് പോലെയാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, ഉമിനീരില്ലെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കും? അതുപോലെ തന്നെ നമ്മൾ ഒരു പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യുമ്പോൾ നിങ്ങൾ ഇൻസ്പെക്ട് ചെയ്ത് നോക്കണം. ഇത് ആം ഐ ഡു ഇറ്റ് വിത്ത് ഫേം ലവ്, ഒരു നല്ല ദൈവസ്നേഹത്തോടെയാണോ ഞാനിത് ചെയ്യണത്? ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവ് ദൈവമേ, ഉടമ്പടി പാലിക്കാൻ ആവശ്യമായ ദൈവസ്നേഹത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ഈ ദൈവസ്നേഹം നിറയണമെന്നെങ്കിൽ അധർമ്മത്തിൽ നിന്ന് നമ്മളിങ്ങനെ മാറേണ്ടി വരും. അധർമ്മ ജീവിതമില്ലേ? അധർമ്മം എന്ന് വെച്ചാൽ നീതികേട് കാണിക്കുന്ന ജീവിതമില്ലേ? നീതികേടെന്ന് വെച്ചാൽ നിയമം പാലിക്കാതിരിക്കുന്നതാണ് അനീതി എന്ന് പറയണത്. അവകാശങ്ങൾ നിഷേധിക്കുക. അവകാശങ്ങൾ നിഷേധിക്കുന്നതിന് പലപ്പോഴും അനീതിയായിട്ട് വരും. അപ്പോൾ അവകാശ നിഷേധനം കൂടുമ്പോൾ അധർമ്മമായിട്ട് വരും. അധർമ്മം വർദ്ധിച്ചാൽ ദൈവസ്നേഹം തണുത്തു പോകും. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. അധർമ്മം വർദ്ധിക്കുക. ശ്രുതികട ഹല്ലേലൂയ. 24:12 മത്തായി ഏറ്റു പറഞ്ഞ മത്തായി 24:12 അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തു പോകും. ഇതാണ് പ്രശ്നം. ദൈവസ്നേഹം നിങ്ങൾക്ക് തണുത്തു പോയിട്ടുണ്ടെങ്കിൽ, ഒരു ചൂടാർന്ന ദൈവസ്നേഹം ഇല്ലെങ്കിൽ അധർമ്മത്തോട് നിങ്ങൾ കൂട്ടി നിൽക്കുന്നു എന്ന് വേണം പറയാൻ. അധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് അവകാശത്തിൻ്റെ മേലുള്ള കടന്നുകയറ്റം അധർമ്മമായിട്ട് വരും. ഇപ്പോൾ നിയമം, അതുപോലെ തന്നെ നിയമം പാലിക്കുമ്പോൾ, ഇപ്പോൾ ഒരു നിയമം നമ്മൾ പാലിക്കണം എന്താണ്? അർഹതപ്പെട്ടത് കൊടുക്കാനും വാങ്ങിക്കാനും ഉള്ള നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ ദൈവം അംഗീകരിച്ച ഡിവൈൻ ലോ തന്നെയാണത്. അപ്പോൾ അത് കൊടുക്കേണ്ടത് കൊടുക്കാതിരിക്കുക. ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന്, ഇപ്പോൾ നിങ്ങൾക്ക് 2 മക്കളുണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ 2 മക്കളുണ്ട്, 2 പെൺമക്കളും 2 ആമക്കളുണ്ടെന്ന് വിചാരിച്ചോ. ഇപ്പോൾ 2 പെൺമക്കളും 2 ആമക്കളുണ്ട്. പെൺമക്കളെയൊക്കെ കെട്ടിച്ചു വിട്ടു, അവരെ പഠിപ്പിച്ചു, നല്ലവണ്ണം പഠിപ്പിച്ചു, കെട്ടിച്ചു വിട്ടു. ഇപ്പോൾ അനിയൻ ചെറുക്കനും അതിൻ്റെ അടുത്തുണ്ടായിരുന്നു. അവനും ഇപ്പോൾ പഠിച്ച് ജോലിയൊക്കെ ആയി. ഇപ്പോൾ പഠിപ്പും ജോലിയും ഇല്ലാതെ ഈ കെട്ടിച്ചു വിട്ടത് ആരാണ്? അപ്പം മരിച്ചതിന് ശേഷം മൂത്ത മകനാണ് കെട്ടിച്ചു വിട്ടിരിക്കണത്. മൂത്ത മകൻ വീട്ടിൽ നിന്നുകൊണ്ട് അധ്വാനിച്ച് രാത്രിയും പകലും പീഡിയക്കടയോ കച്ചവടമോ പശുവിനെ വളർത്തിയോ ക്ലാവിനെ വളർത്തിയോ കന്നുപൂട്ടിയോ ഒക്കെ അവൻ ഇങ്ങനെ രാത്രിയും പകലും ജോലി ചെയ്ത് ഈ അനുജനെ ജോലിക്കാരനാക്കി പെങ്ങന്മാർ കെട്ടിച്ചും വിട്ട്. പക്ഷെ അവൻ ഈ കണക്കൊന്നും എഴുതി വെച്ചിട്ടില്ല. അതാണ് പ്രശ്നം. അവൻ കണക്കെഴുതി വെച്ചിട്ടില്ല. സ്വന്തം അമ്മയ്ക്കും സഹോദരനൊക്കെ ചെയ്യണതിന് എന്ത് കണക്ക് എന്താണ് അവൻ ചിന്തിച്ചത്. പക്ഷേ ഇപ്പോഴെന്നാ പറ്റിയിരിക്കണമെന്ന് വെച്ചാൽ അനിയത്തി കെട്ടി വന്നില്ല വീട്ടിൽ. അനിയൻ്റെ ഭാര്യ കെട്ടി വന്നപ്പോൾ അവൾക്കിതൊന്നും അറിയേണ്ട കാര്യമില്ല. അവൾ ഉദ്യോഗസ്ഥയാണ്. അവൾ തന്നെ പറയണത് മനസ്സുണ്ടെങ്കിൽ എൻ്റെ കൂടെ താമസിച്ചാൽ മതി എന്നാണ്. അവളൊന്ന് പ്രസവിക്കാൻ പോയാൽ പിന്നെ അവളെ കാണത്തില്ല. മഷിയുടെ ഒക്കെ പിന്നെ കാണത്തില്ല. വേറെ കുഴപ്പമൊന്നും ചെയ്തില്ല, ഒന്ന് പ്രസവിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ പിന്നെ ഇയാളെ കാണത്തില്ല. അവളെ കൊച്ചിനെ അടിച്ച് മാറ്റിയിരിക്കുക. എന്നിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് അമ്മായിയമ്മക്കും ചേട്ടനും ഒക്കെ എതിരെ അവൾ അവിടെ നിന്ന് പറയണത്. ചേട്ടൻ എന്നെ തോണ്ടി, ആര് തോണ്ടാൻ? അവൾക്ക് ഇങ്ങോട്ട് വരാൻ കഴിയില്ല. അധർമ്മം എന്നെ വരവേണ്ടില്ലേ? അവൾക്ക് ഇങ്ങോട്ട് വരാൻ കഴിയില്ല. ആ കൊച്ചിനെ അടിച്ച് മാറ്റിയിരിക്കണം. അവൾ പ്രസവിച്ച നാട്ടുകാരുടെ മുമ്പിൽ അവളുടെ തള്ളയും അതുപോലെ ഒരു ഭ്രാന്തിയാണ്. അവളെ ഉദ്ദേശിക്കണത് ഇത്രയേ ഉള്ളൂ, മകളെ കെട്ടിച്ചാന്ന് ചോദിക്കുമ്പോൾ കെട്ടിച്ചു. കൊച്ചുണ്ടായി തീർന്നു. എതിരെ കൊച്ചെന്തേ കെട്ടിയാണെന്ത്? എല്ലാം ഈ തള്ളയുടെ കൂടെ നിൽപ്പുണ്ട്. തല വിട്ട് കൊടുക്കത്തില്ല. തല കൊച്ചു നോക്കും. ഇവൾക്കും അത് തന്നെ സുഖമല്ലേ? പ്രധാന വീട്ടിൽ പോയി ജോലി ചെയ്യേണ്ടിയൊക്കെ വരത്തില്ലേ? അവിടെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരികയല്ലേ? ഇവിടെയാണെങ്കിൽ അമ്മയുടെ കൂടെ നിന്ന് അവർ പ്രശ്നമില്ല. അവർക്ക് ശമ്പളമുണ്ട്, കുഞ്ഞെ വളർത്താനുണ്ട്. ഇപ്പം എന്നാ സംഭവിച്ചിരിക്കണത്? ഇപ്പം കേസും കൊടുത്തിരിക്കുകയാണ് ഭർത്താവിനെതിരെ. പോയി താമസിക്കണേ ഇല്ല, ഒരുമിച്ച് താമസിക്കണേ ഇല്ല. അവനെതിരെ അവകാശത്തെ കൊച്ചിന് വേണ്ടി അവക്കും ചിലവിന് വേണ്ടി. ഇത് അധർമ്മമാണ്. നിങ്ങൾ ഓർക്കരുത്. ഇത് ചിലപ്പോൾ ഈ വിജാതിയരുടെ കോടതിയിൽ ഇതൊക്കെ ചിലപ്പോൾ നിങ്ങൾ ജയിച്ചെന്ന് വരും. പക്ഷേ നിങ്ങൾ തോക്കണ ഒരു അടിപൊളി സ്ഥലം വരുന്നുണ്ട്. കാത്തിരുന്നാൽ മതി. കൃത്യമായിട്ട് പണി പാർസൽ വരും. അവറാച്ച സൂക്ഷിക്കണം.
അതായത് ഇത് അധർമ്മമല്ലേ ഇത്? നിങ്ങൾക്കറിയാം നിങ്ങൾ തരികിട കാണിച്ച് നിൽക്കുകയാണെന്നറിയാം. നിങ്ങൾക്ക് പിന്നെ അവരിങ്ങോട്ട് വന്ന് ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് അവനെതിരെ കേസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവന് എന്നാ സംഭവിച്ചു? അവൻ്റെ ജീവിതം പോയി, അവൻ്റെ ശമ്പളം പോയി, അവൻ്റെ സമാധാനം പോയി, അവൻ്റെ കുടുംബം പോയി. നിന്നെ ഈ ഒരു പണ്ടാരത്തിന് കെട്ടിയിരിക്കുന്ന കാരണം ഇതിന് വേറെ പെണ്ണവന് കിട്ടുമോ? അതുമില്ല. ജീവിതം ഈ പാവത്തിനെ ചതിക്കുന്ന അമ്മയും മക്കളുടെ എണ്ണം കേരളത്തിൽ കൂടുതലാണ്. നിഷ്കളങ്കരമായ ചെറുപ്പക്കാരെ ചതിക്കുന്ന വളരെ എന്താണ് ബഫലോ ടൈപ്പായിട്ടുള്ള അമ്മമാരുടെയും പെമ്മക്കളുടെ എണ്ണം കേരളത്തിൽ കൂടുതലാണ്. ഇത് അധർമ്മമാണ്. നിങ്ങൾ ഓർക്ക് ജയിച്ചെന്ന് വിചാരിക്കും, നിങ്ങൾ ജയിക്കത്തില്ല. ഒന്നുറങ്ങിയത് കൊണ്ട് നേരം വിളിക്കത്തില്ല, ഇനിയും ഉറങ്ങാൻ വരണതേ ഉള്ളൂ. അധർമ്മം വർദ്ധിച്ചാൽ നിങ്ങളിൽ എന്ത് പറ്റും? ബൈബിൾ എന്താ പറയണത്? ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തു പോകും. അതാണ് പ്രശ്നം. ഒന്ന് പറഞ്ഞേ, അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തു പോകും. ആ വിഷയം. ഇപ്പം അമ്മ ഈ വയസ്സാം കാലത്ത് മകളെ പിടിച്ച് നിർത്തിയിരിക്കുകയാണ്, അവരെ താങ്ങാനും അവിടെ കാര്യം ചെയ്യാൻ വേണ്ടി ഒരു കുടുംബം നശിപ്പിച്ചുകൊണ്ട്. ഞാനൊരു കാര്യം പറയും, ഞാൻ ഇന്ന് കേരളത്തിൽ എൻ്റെ ഒരു കണക്ക്, എൻ്റെ ധാരണയാണ്, ഞാൻ 87-6 തുടങ്ങിയാണ് കൗൺസിലിങ്. ദാറ്റ് മീൻസ് ഓൾമോസ്റ്റ് ഒരു 21 lakhs ആൾക്കാരെ കൗൺസിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, കുടുംബം തകർന്നതിൻ്റെ നല്ല ഒരു 60% കാര്യം പെണ്ണിൻ്റെ അമ്മമാരാണ്. ഞാൻ പറയണത് വെറുതെ പറയണതല്ല, ഞാൻ എൻ്റെ കൈ കൂടിയാണല്ലോ ഈ സാധനം ഈ 37 കൊല്ലം പോകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ എനിക്ക് സങ്കടം വരാറുണ്ട്. ഭയങ്കര കത്തോലിക്കരാണ്, ക്രിസ്ത്യാനിയാണെന്നൊക്കെ പറഞ്ഞിട്ട് കഥയൊന്നുമില്ല. ഇവൾ തനി കൈയും കാലും വെച്ച് സാരി ഉടുത്ത വലിച്ചാഴിയാണ് ഈ സാധനം. ഇവൾ നശിപ്പിച്ചിരിക്കുന്ന കുടുംബങ്ങളെ കണ്ണുനീരിന് അത് കുടത്തിൽ കോരിയാലും തീരത്തില്ല. നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും മനഃപൂർവ്വം ആരെങ്കിലും ചതിച്ചിട്ടുണ്ടെങ്കിൽ ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾ അനുതാപപ്പെടണം. കാര്യം എന്താ വെച്ചാൽ ദൈവം അത് ഉടമ്പടിയിലല്ല, ഉടമ്പടിയിലല്ലെന്ന് പറയുന്ന കാര്യം ചതി. അതുപോലെ തന്നെ നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ദൈവത്തിന് വശം പെടുത്താൻ നോക്കിക്കഴിഞ്ഞാൽ, ഇന്നലെ വൃത്തിയെ ഞാൻ ഇവിടുന്ന് ഓടിച്ചിട്ട് കളഞ്ഞു. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, എന്താ പ്രശ്നം വെച്ചാൽ, നിലയം വിളിച്ച് നിൽക്കുകയാണ് അമ്മയും മകളും കൂടി നിലയം വിളിച്ച് നിൽക്കണം. കർണാടകക്കാരത്തിയാണ്, രണ്ടും ക്രിസ്ത്യാനിയാണ്. അപ്പോൾ ഇവർക്ക് ചീട്ട് കിട്ടിയില്ല. ഇപ്പോൾ ഇവിടെ നിന്ന എൻ്റെ സ്റ്റാൻഡ് ബൈ ആയിട്ട് നിൽക്കുന്ന സഹോദരൻ എൻ്റെ മുമ്പിൽ കരഞ്ഞപ്പോൾ അയാളെ വിശ്വസിച്ച് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത്, അച്ഛാ ഇതൊരു കർണാടകത്തിൽ നിന്ന് വന്നതാണ്, രാവിലെ വന്നതാണ്, ഇവളുടെ ഭർത്താവ് ഇവളെ ഉപേക്ഷിച്ച് ഭയങ്കര കേസൊക്കെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനിപ്പോൾ ആയാലും ചെറുപ്പക്കാരത്തല്ലേ, വേദനിക്കണമെല്ലാം വിചാരിച്ചതിന് വിളിച്ച് ഞാൻ ഇവളുടെ ഭർത്താവിൻ്റെ ഫോട്ടോ എനിക്ക് തന്നു, കല്യാണ ഫോട്ടോ. ഞാൻ അതും കൊണ്ട്, അപ്പോൾ ഞാനാണ് തളർന്ന് നിൽക്കുന്നത്. രാവിലെ നിൽക്കുന്ന ഉച്ച കഴിഞ്ഞ് വന്ന് നിന്നിട്ട് നിൽക്കല്ലേ ഇവിടെ, അപ്പോൾ കാലൊക്കെ നീരിറക്കി ഒരു പരുവമാണ്. അപ്പോൾ എന്നാലും ഞാൻ ഇവരുടെ കല്യാണ ഫോട്ടോയും കൊണ്ട് ഞാൻ അമ്മയടുത്ത് വന്നപ്പോൾ ഈ സൗത്ത് പോളും നോർത്ത് പോളും 2 പോള്, അതായത് ഈ കാന്തം ഒരേ പോളുള്ള കാന്തം വികർഷിക്കണ പോലെ എന്നെ അടിച്ചു മാറുന്ന പോലെ സാധനം തള്ളി മാറ്റി. അപ്പോൾ എനിക്ക് ഡൗട്ട് തോന്നി, കാര്യം അവിടെ കാണിക്കാൻ പറ്റണില്ല. ഞാൻ തിരിച്ചു വന്ന മകളോട് ചോദിച്ചു, എടി നിൻ്റെ കയ്യിലാണല്ലോ മിസ്റ്റേക്കാണല്ലോ അമ്മ പറയണമെന്ന് ചോദിച്ചു. നിൻ്റെ കയ്യിലാണല്ലോ മിസ്റ്റേക്ക് എന്നാണല്ലോ അമ്മ പറയണത്. അപ്പോൾ ഉടനെ ഇവർ രണ്ടും പമ്മി. എന്താ പമ്മിയൻ്റെ കാരണം എന്താ? അപ്പോൾ ഞാൻ ഉടനെ കൊച്ചിൻ്റെ അമ്മയോട് ചോദിച്ചു, ഇവളുടെ കയ്യിലാണ് മിസ്റ്റേക്കാണെന്നല്ല അമ്മ പറയണത്. അപ്പോൾ ഞാൻ ലാസ്റ്റ് നിൽക്കണ കാരണം ഞാൻ ചൂടായി നിൽക്കായിരുന്നു. അപ്പോൾ ഞാൻ എന്താ കറക്റ്റ് കാര്യം പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അച്ഛാ ഇവളുടെ കയ്യിലാണ് മിസ്റ്റേക്ക്. എന്താ കാര്യം? ഇവൾ കല്യാണം കഴിച്ചിട്ട് വേറെ ഒരുത്തൻ ലൈൻ അടിച്ചതിൻ്റെ ഇടക്ക്, എന്നിട്ട് ഇവൾ ലൈൻ അടിച്ചു ഇവനെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ്. അവന് പെണ്ണുമ്പോഴേ നഷ്ടപ്പെട്ട് ഇപ്പോൾ കേസിലുമായി അവൻ. എന്നിട്ട് ആ കേസ് ജയിക്കാൻ വേണ്ടി ഉടമ്പടി എടുത്തിരിക്കുകയാണ്. അടിപൊളി. എങ്ങനെയുണ്ട് പരിപാടി? ഞാൻ പറഞ്ഞു, വല്ല റോഡേ കൂടി പോകണ്ട, വണ്ടി ഇടിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. ഞാൻ വല്ല ഇടവഴി ഉണ്ടെങ്കിൽ കർണാടകയിൽ പോയിക്കൊള്ളാൻ പറഞ്ഞു. എന്ത് ചെയ്യാൻ? ഇതാണ് അവസ്ഥ. ദൈവം അത് ഉടമ്പടി ആകത്തില്ല. നിങ്ങൾ തിന്മയിലും അധർമ്മത്തിലും ഇരുന്നുകൊണ്ട് ഉടമ്പടി ചെയ്ത ഉടമ്പടി ആകത്തില്ല. അതറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് ഉൽപ്പത്തി 13:14. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് ഉൽപ്പത്തി 13:14. ശ്രുതിക്കട്ടെ. ഉൽപ്പത്തി 13:14. അബ്രാം ലോത്തിൽ നിന്ന് വേർപെട്ടതിന് ശേഷം കർത്താവ് അബ്രാമിനോട് പറഞ്ഞു. പണിപാളി കണ്ടാ,
അബ്രാഹാം പറഞ്ഞ് അബ്രഹാം ലോത്തിൽ നിന്ന് വേർപെട്ടതിന് ശേഷം സ്വന്തം പെമ്മക്കളുടെ കൂടെ കിടന്ന് ഉറങ്ങുന്ന കക്ഷിയാണ് ലോത്ത്. ഈ പണ്ടാരത്തിനെ കൊണ്ട് നടന്ന വല്ല കാലത്ത് ഉടമ്പടി ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റത്തില്ല. ക്ലിയർ അല്ലേ? അതാണ് പറയണത്. ഒന്ന് വായിച്ച് ഉൽപ്പത്തി 13:14. അബ്രാം ലോത്തിൽ നിന്ന് വേർപെട്ടതിന് ശേഷം പറഞ്ഞ് അബ്രഹാം ലോത്തിൽ നിന്ന് വേർപെട്ടതിന് ശേഷം കർത്താവ് അബ്രാമിനോട് പറഞ്ഞു അബ്രാഹിമിനോട് പറഞ്ഞു, നീ തലയുയർത്തി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നോക്കുക. നീ കാണുന്ന പ്രദേശമെല്ലാം നിനക്കും നിന്റെ സന്താന പരമ്പരകൾക്കും എന്നേക്കുമായി ഞാൻ തരും. വാഗ്ദാനമാണ്. ഉടമ്പടിയായി. ആ മനുഷ്യനെ വിട്ടുമാറി കഴിഞ്ഞപ്പോൾ ഉടമ്പടി ഓട്ടോമാറ്റിക്കായിട്ട് ഉടമ്പടിയായി. അപ്പോൾ ദൈവം മാറി നിൽക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ അസത്തായ മനുഷ്യൻ അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറി കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഉടമ്പടിയായി. നിങ്ങൾ എടുത്തിരിക്കുന്ന ഉടമ്പടി ആകണമെങ്കിൽ ആദ്യം തന്നെ അധർമ്മം ഉണ്ടോ എന്ന് നോക്കണം. അധർമ്മം നിങ്ങളുടെ കയ്യിൽ നിന്ന് ദൈവത്തിന് നിരക്കാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഉടമ്പടി ആദ്യം വന്നത് അങ്ങനെയാണ്. വിജയകുമാറിൻ്റെ കയ്യിൽ പാപങ്ങൾ ലിസ്റ്റാണ് ഇടുന്നത്. എൻ്റെ കയ്യിൽ അനുഗ്രഹത്തിൻ്റെ ലിസ്റ്റുകൾ. 4 മണിക്കൂറത്തെ പ്രാർത്ഥന കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ രണ്ടുപേരുടെ ലിസ്റ്റ് ഒരുമിച്ച് വെച്ചപ്പോഴാണ് അമ്മ മാതാവിൻ്റെ മധ്യസ്ഥയിൽ ഈശോ പറഞ്ഞത്, അനുദപിച്ചാൽ നീ അനുഗ്രഹം പ്രാപിക്കുമെന്ന്. കൈയടിച്ച് കർത്താവിനെ അനുഗ്രഹത്തിന് പാത്രമാകുവാൻ ഉടമ്പടി ആരാധനയിലൂടെ ഉടനടി പരിഹാരമേകും. അവൻ പറയുന്നത് ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. അവൻ പറയുന്നത് ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. അവൻ പറയുന്നത് ചെയ്യുന്നെങ്കിൽ ജീവിതം ധന്യമായി തീർന്നിടും. ഇത് ദേശപ്രദർ എഴുതിയ ഗാനമാണ്. അങ്ങേര് തന്നെ ട്യൂൺ ചെയ്തതാണ്. സൂപ്പറായിട്ടുണ്ട്. എന്താ അത്? നമ്മുടെ ഉടമ്പടിയുടെ ഒരു ആത്മാവാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ സെബിൻ എന്നും പറഞ്ഞൊരു മനുഷ്യൻ പൂഞ്ഞാറിൽ നിന്ന് സാക്ഷ്യം പറഞ്ഞു. എനിക്ക് എൻ്റെ ഹൃദയത്തെ സ്പർശിച്ച സാക്ഷ്യമാണ്. സെബിൻ ഒരു ചെറുകിട വ്യവസായിയാണ്. അദ്ദേഹം കിഡ്സിൻ്റെ ഉടുപ്പുകൾ ചെയ്യുന്ന ആളാണ്. കിഡ്സിൻ്റെ ഉടുപ്പുകൾ, കൊച്ചു പിള്ളേരുടെ ഉടുപ്പുകൾ നെയ്ത് അതുപോലെ തന്നെ അത് ഹോൾസെയിലായിട്ട് കൊടുക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിനൊരു തകർച്ച വന്നു. ബിസിനസ് തകർച്ച വന്നപ്പോൾ അദ്ദേഹം ഉടമ്പടി ചെയ്തതെന്ന് വെച്ചാൽ ഒരു 1.5 ചെയ്താണ് ചെയ്തിരിക്കുന്നത്. കാര്യം ഒറ്റ ആഴ്ച കൊണ്ട് അമ്മ അവിടെ ഫേമിങ്ങനെ ഡെവലപ്പ് ചെയ്ത് കളഞ്ഞു. വല്ലാത്ത രീതിയിൽ വ്യവസായം വിപുലമായി. കേരളത്തിലൊക്കെ വ്യവസായം വിപുലമാകാൻ എന്ത് പാടാ. കേരളത്തിൽ നിന്ന് ആൾക്കാർ വ്യവസായം കൊണ്ട് പോണ കാലമല്ലേ ഇത്. നമ്മുടെ ചെറുപ്പക്കാരെല്ലാം ജോലി ചെയ്യണ ബുദ്ധിയും ബോധമുള്ളവരെ ചെറുപ്പക്കാരെല്ലാം പഠിപ്പിട്ടുള്ളവരെല്ലാം രാജ്യം വിട്ടു പോകുന്നു. വ്യവസായികൾ നാട് വിട്ടു പോകണം. പാടശേഖരങ്ങളെല്ലാം ഉണങ്ങി വരണ്ട് കിടക്കണം. ഈ കേരളത്തിന് വേണ്ടിയാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. മണിപ്പൂരിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ പറയും, മണിപ്പൂരിനേക്കാൾ ദുരന്തം വരാൻ പോണ കേരളത്തിലാണ്. കേരളത്തിൽ നിന്നൊരു സമൂഹം തന്നെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. ഏറ്റവും വരാൻ പോകുന്ന ഏറ്റവും വലിയ വിപത്തുകൾ. എന്നിട്ട് തമ്മിൽ ജാതിപ്പോരും പാർട്ടിപ്പോരും അതിൻ്റെ പേരിലുണ്ടാകുന്ന രക്തസാക്ഷികളുടെ മണ്ഡപങ്ങളുടെ എണ്ണം കൂടുകയും അതൊരു കൃഷി പോലെ ഒരു വ്യവസായം പോലെ കേരളത്തിൽ ചുവന്ന് ഇങ്ങനെ വികസിച്ച് നിൽക്കണ കാണാം. പലതരത്തിലുള്ള കളറല്ലേ. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഗുരുതരമായ ഒരു സാംസ്കാരിക ഇരുട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം ആർക്കും ആരെയും രക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ വല്ലാത്ത ഒരു സാമൂഹ്യ അപാചയം, അതിൻ്റെ ദുർഗന്ധത്തിൻ്റെ മണം വ്യക്തമാണ്.
കയ്യിൽ നിന്ന് വിട്ടുപോയ അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തെയും മണിപ്പൂരിനെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം അതിശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന ആരാധന.